നല്ല അടിപൊളി സാധ്യത വിളമ്പിക്കൊണ്ടിരിക്കുകയാണ് പന്തലിൽ. അപ്പോൾ ഊട്ടുപുരയിലെ വിശേഷങ്ങളിലേക്ക് നമ്മൾ പോവുകയാണ്. ഞാനിങ്ങനെ വീഡിയോസ് നിങ്ങളെ എത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എവിടുത്തതാണെന്ന് ഞാൻ പറഞ്ഞറിയിക്കേണ്ട ആവശ്യമുണ്ടോയെന്ന് അറിയില്ല. അപ്പോൾ ലൈവും ഇവിടുത്തെ വീഡിയോസൊക്കെ ആയിട്ട് 3-4 ദിവസമായിട്ട് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് 5-ാം ദിവസത്തിലേക്ക് കടക്കുകയാണെങ്കിലും 4-ാം ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ. അതായത് കൊടുവായൂർ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ തൈപ്പൂയ മഹോത്സവത്തിൻ്റെ അതിഗംഭീരമായിട്ടുള്ള ഊട്ടുപുരയിലെ വിശേഷങ്ങളാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളിലേക്ക് ഞാൻ എത്തിക്കുന്നത്. എന്തായാലും പ്രിയപ്പെട്ട മാതൃസമിതിയിലെ അമ്മമാരും ചേച്ചിമാരും അതുകൂടാതെ തന്നെ ക്ഷേത്ര കമ്മിറ്റിയിലെ പ്രിയപ്പെട്ട ഭാരവാഹികളെല്ലാവരും രാവും പകലും ഇല്ലാതെ അഹോരാത്രം പ്രയത്നിച്ചു കൊണ്ടിരിക്കുകയാണ്. അതായത് ക്ഷേത്രത്തിലേക്ക് എത്തുന്ന ഭക്തജനങ്ങൾക്ക് ആവോളം വയറ് നിറച്ച് ഭക്ഷണം കൊടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് 4 നേരമാണ് ഓരോ ദിവസവും ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഇന്ന് എന്തൊക്കെയാണ് കൊടുക്കാൻ പോകുന്നത്? ഇന്ന് രാവിലെ പ്രഭാത ഭക്ഷണമായിട്ട് ഇഡ്ഡലി ഉണ്ട്, സാമ്പാർ, ചട്ടിണി, സമ്മന്തി, കൂടാതെ ഒരു ഉപ്മാവും ഉണ്ട്. അല്ലേ? പിന്നെ ഇന്ന് ഉച്ചയ്ക്ക് അതിവിഭവമായ സദ്യയാണ്. ഗംഭീരമായിട്ടുള്ള സദ്യയാണ്, സമൃദ്ധമായിട്ടുള്ള സദ്യയാണ് ഒരുക്കിയത്. അതിനുവേണ്ടി ഞങ്ങളെല്ലാവരും അതങ്ങനെ ഒരു കൂട്ടം അമ്മമാരുണ്ട്, മാതൃസമിതി ഉണ്ട്. പിന്നെ പായസം അടക്കം എല്ലാ ദിവസവും കൊടുക്കുന്നുണ്ട്. പായസം അടക്കം ഇന്ന് സേമിയ പായസമാണ്. എത്ര ആൾക്കുള്ള ഭക്ഷണം ഇന്ന് കൊടുക്കുന്നുണ്ട്? ഇന്ന് 2000-2500 ആളുകൾക്ക് ഉണ്ടാവും. ശരാശരി 2 നേരക്കാലം മുകളിൽ എന്തായാലും എല്ലാ ദിവസവും. ഏതായാലും ഇന്നലത്തെ പോലെ എന്തും ഭക്ഷണം കഴിച്ച് കഴിയുമ്പോഴേ ഒരു 3 മണി 3:30 ഒക്കെ ആവും ഉച്ചയ്ക്ക്. അത്രയ്ക്കും തിരക്കാവും. അതാണ് ഈ പറയുന്നത്. ഇന്ന് ഞായറാഴ്ചയും കൂടി ആയതുകൊണ്ടല്ലേ. നാളെ പുണർത്തം നക്ഷത്രത്തില് കൊടുവായൂർ സുബ്രഹ്മണ്യ സ്വാമിന്റെ പിറന്നാൾ ദിനം കൂടിയാണ്. അപ്പോൾ നാളെ ഇവിടെ പ്രധാനമായിട്ട് പഞ്ചാമൃത അഭിഷേകം ഉണ്ടാവും. അത് വമ്പൻ എല്ലാ പ്രാവശ്യവും വളരെ ഗംഭീരമായിട്ട് പ്രസാദ വിതരണം നടക്കുന്നതാണ്. അപ്പോൾ അതും ഭക്തജനങ്ങളൊന്ന് അറിയിക്കുകയാണ്. എങ്ങനെയുണ്ട് ഭക്ഷണം? അടിപൊളി. ലാസ്റ്റ് ദിവസം നമ്മൾ എന്തൊക്കെ പരിപാടികൾ? ലാസ്റ്റ് ദിവസം എന്ന് പറഞ്ഞാൽ അതിഗംഭീര ഘോഷയാത്ര ഉണ്ട്. വർണ്ണശബളമായ അതിഗംഭീര വാദ്യമേളങ്ങളോട് കൂടിയിട്ടുള്ള കുന്നുംപുറത്തും തുടങ്ങുന്നുണ്ട്, കുളപ്പുറത്തും തുടങ്ങുന്നുണ്ട്. അത് ഗംഭീര ഘോഷയാത്രയാണ്. ആ ഗംഭീര ഘോഷയാത്ര ക്ഷേത്ര സന്നിധിക്ക് വന്ന് ചേർന്നതിന് ശേഷം സാംസ്കാരിക സമ്മേളനം തുടങ്ങും. ഒരു പ്രമുഖ വ്യക്തിയെ നമ്മൾ ആ വേദിയിൽ വെച്ചിട്ട് ആദരിക്കുന്നുണ്ട്. ഒരു തൈപ്പൂയ ആഘോഷത്തിൻ്റെ ഒരു സ്നേഹാദരവ്. അത് ഗംഭീര പ്രൗഢമായിട്ടൊരു ഗംഭീര പരിപാടിയായിരിക്കും. അത് കഴിഞ്ഞതിന് ശേഷം ഈ മമ്പുറത്തുള്ളൊരു പ്രാദേശിക ടീമിനെ കണ്ടഞ്ചിപ്പിക്കുന്ന ഒരു നല്ലൊരു പ്രോഗ്രാമും കൂടിയിട്ടത് ഇപ്രാവശ്യം തൈപ്പൂയ മഹോത്സവത്തിന് സമാപനം വരും. അത് 11-ാം തീയതിയാണ് സമാപനം, ചൊവ്വാഴ്ച. കാവടി ഘോഷയാത്ര ഉണ്ടാവും. കാവടി എടുക്കാൻ വേണ്ടിയിട്ടുള്ള കുറെ ആളുകൾ പേര് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ബാക്കി വരുന്ന ആൾക്കാർ താല്പര്യമുള്ളവർ പറഞ്ഞു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് കാവടികൾ റെഡിയാക്കുന്നതാണ്. അതിന്റെ പണിപ്പുരയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പ്രിയപ്പെട്ട ചങ്കുകളെ, കോട്ടക്കൽ കിഴക്കേ കോവിലകം
കൊടുവായൂർ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ തൈപ്പൂയ മഹോത്സവത്തിൻ്റെ 4ാം ദിവസത്തെ കാഴ്ചകളാണ്. പ്രത്യേകിച്ച് ഊട്ടുപുരയിലെ വിശേഷങ്ങളാണ് നിങ്ങളിലേക്ക് ഞാൻ എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. 2500ഓളം പേർക്കുള്ള വിഭവസമൃദ്ധമായിട്ടുള്ള സദ്യയാണ് ഇന്നലെ ഒരുക്കിയിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ കാഴ്ചകളാണ് നിങ്ങളുമായിട്ട് പങ്കുവച്ചത്. അപ്പോളേ ഊട്ടുപുരയിലെ 5ാം ദിവസത്തെ കാഴ്ചകൾ ഇന്ന് ലൈവ് ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടി എല്ലാവരും ഒന്ന് കയറി കാണുന്നുണ്ട് കേട്ടോ. ഇന്ന് ഞാൻ ലൈവ് മാത്രമേ ഇട്ടിട്ടുള്ളൂ. ഇനി നാളെ 3000 പേർക്കാണ് ഭക്ഷണം ഒരുക്കുന്നത് എന്നുള്ളതാണ് അറിയാൻ സാധിച്ചത് ഇന്ന് ഞാൻ ചെന്നപ്പോൾ. അപ്പോൾ എന്തായാലും ഇവിടുത്തെ തൈപ്പൂയ മഹോത്സവത്തിൻ്റെ 6 ദിവസത്തെയും കാഴ്ചകൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ തൈപ്പൂയ മഹോത്സവത്തിൻ്റെ അവസാന ദിവസമായ നാളെ എൻ്റെ ചാനലിലൂടെയും ഫേസ്ബുക്ക് പേജിലൂടെയും ലൈവ് ഉണ്ടാകും. തീർച്ചയായിട്ടും എല്ലാവരും കാണുന്നുണ്ടോ. അതായത് ക്ഷേത്രത്തിലേക്ക് വരാൻ പറ്റാത്തവർക്ക് വേണ്ടിയിട്ടാട്ടോ പറയുന്നത്. പിന്നെ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്കും ഷെയറും ചെയ്ത് എല്ലാവരിലേക്ക് എത്തിക്കണേ.